ബലാത്സംഗം, പീഡന ശ്രമം, അടിപിടി, മദ്യപിച്ച് ബഹളമുണ്ടാക്കൽ, കൈക്കൂലി ഉൾപ്പെടെയുള്ള കേസുകൾ, ഗുണ്ടകളും ക്രിമിനൽ സംഘങ്ങളും ഉൾപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. കാക്കിയിട്ട ചില ഏമാന്മാരുടെ തനി സ്വഭാവത്തെക്കുറിച്ചാണ്. കേരള പോലീസിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള 800ഓളം ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് കണക്ക്. ആ പട്ടികയിലെ പുതിയ പേരാണ് മുജീബ് റഹ്മാൻ. കൊച്ചി എളമക്കര പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI. പരാതി നൽകാനെത്തിയ യുവതിയോട് ഇയാൾ മോശമായി പെരുമാറുകയും ലൈംഗിക ഉദ്ദേശത്തോടുകൂടി സമീപിക്കുകയും ചെയ്തുവെന്നത് ആദ്യത്തെ പരാതി. ഒരു ഡോക്ടറെ ലഹരി കേസിൽ പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടാൻ ശ്രമിച്ച മറ്റൊരു കേസ്. വിവിധ പരാതികളിൽ അറസ്റ്റിലായ മുജീബ് റഹ്മാനെ റിമാൻഡ് ചെയ്തു. കൊച്ചി എളമക്കര പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI മുജീബ് റഹ്മാനെ ലൈംഗിക അതിക്രമ കേസിൽ യുവതിയുടെ പരാതിയിലും പണം തട്ടിയ കേസിൽ ഡോക്ടറുടെ പരാതിയിലുമാണ് അറസ്റ്റ് ചെയ്തത്. എളമക്കര പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് ആലുവ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. യുവതിയുടെ പരാതിയിൽ മുജീബ് റഹ്മാൻ നേരത്തെ സസ്പെൻഷനിലായിരുന്നു. ക്രിമിനൽ കുറ്റങ്ങളാണ് മുജീബ് റഹ്മാൻ ചെയ്തതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളിൽ ഇത് പീരീഡ് നോക്കുമ്പോൾ ഏകദേശം 9-10 മാസം മുൻപുള്ള കേസാണ്. ആ സമയത്തിൽ തന്നെ അന്വേഷണത്തിക്ക് അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രേഡ് ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പോയിട്ടുള്ളത്. ഇപ്പം നമുക്ക് നാളേജ് ഇൻപുട്ടും കിട്ടിയ രീതിയിൽ നമുക്ക് കേസെടുത്ത് പുള്ളി ഇന്ന് അറസ്റ്റുമായിട്ടുണ്ട്. സോ അതൊരു ക്രിമിനൽ അറസ്റ്റഡ് ആയിട്ട് പിടിയിലായി. സോ നമുക്കത് അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് തന്നെ കാണാം. ഇറ്റ്സ് നോട്ട് മിയർലി ഡിസിപ്ലിനറി ആക്ഷൻ. പരാതി നൽകാനെത്തിയ യുവതിയോട് ഇയാൾ മോശമായി പെരുമാറുകയും ലൈംഗിക ഉദ്ദേശത്തോടുകൂടി സമീപിക്കുകയും ചെയ്തുവെന്നാണ് ആദ്യത്തെ പരാതി. മറ്റൊരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ കൊല്ലം സ്വദേശിനിയായ യുവതിയെയാണ് ഫോൺ നമ്പറിൽ വിളിച്ച് SI ശല്യം ചെയ്തത്. ലൈംഗിക താൽപര്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ലഹരി കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. 2025-ലാണ് സംഭവം നടന്നത്. അടുത്തിടെയാണ് രണ്ടാമത്തെ പരാതിക്ക് ആസ്പദമായ സംഭവം. മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ ലഹരി കേസിൽ പിടികൂടിയ പ്രതിയുടെ ഫോണിൽ പരാതിക്കാരനായ ഡോക്ടറുടെ ഫോൺ നമ്പർ കണ്ടതിൽ നിന്നാണ് തുടക്കം. തുടർന്ന് SI നിരന്തരം ഡോക്ടറെ ഫോണിൽ വിളിച്ചും നേരിൽ കണ്ടും പണം ആവശ്യപ്പെട്ടു. ഡോക്ടറുടെ പേര് ലഹരി കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞായിരുന്നു ഭീഷണി. ഡോക്ടറെ ലഹരി കേസിൽ പെടുത്താതിരിക്കാൻ 1.5 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് ആലോചിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.